ഒരാളെ മനസ്സിൽ നിന്ന് ഇറക്കി വിടാൻ മറ്റൊരാളുടെ കടന്നുവരവിന് കഴിയും. സ്നേഹിക്ക് നല്ലൊരു പയ്യനെ കിട്ടും, എനിക്ക് ഉറപ്പാ. എനിക്ക് വേണ്ടെങ്കിലോ? നിങ്ങളിപ്പോ പറഞ്ഞ നല്ലൊരു പയ്യനെ എനിക്ക് വേണ്ടെങ്കിലോ? നീ പിന്നെ ആരെ നോക്കിയിരിക്കുന്നേ? ആ ജയിൽ പുള്ളിയോ? എങ്കിൽ അതിനിവിടെ ആരും സമ്മതിക്കാൻ പോകുന്നില്ല. നീ കാത്തിരിക്കാൻ വേണ്ട. അതിനിവിടെയുള്ളവരുടെ സമ്മതം ഞാൻ ചോദിച്ചില്ലല്ലോ. എനിക്കൊരാളുടെ ഒപ്പം ജീവിക്കണമെങ്കിൽ എന്തിനാ നിങ്ങളുടെ ഒക്കെ സമ്മതം? അങ്ങനെ തന്നിഷ്ടം കാണിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ലെങ്കിലോ? ഇങ്ങനെ വിഷമിക്കാനും മദ്യപിച്ച് ബോധമില്ലാതെ മുറിയിൽ ഒതുങ്ങാനും നീ ഭർത്താവ് മരിച്ച വിധവയൊന്നും അല്ലല്ലോ. അത് നല്ലൊരുത്തിന് വേണ്ടിയാണെങ്കിൽ പിന്നെ പോട്ടെന്ന് വെക്കാം. ഇത് കള്ളനും കൊലപാതകയും ആൾമാറാട്ടക്കാരനുമായ ഒരു ക്രിമിനലിന് വേണ്ടിയാ. എന്റെ അനിയത്തി ഇത്രയും കാണിച്ചു കൂട്ടുന്നതെന്ന് ഓർക്കുമ്പോഴാ എന്റെ മനസ്സിന് വിഷമം തോന്നുന്നത്. മുന്നേ ഞാനിത് വേണ്ടെന്ന് പറഞ്ഞപ്പോ ബഹളം വെച്ചും കരഞ്ഞും അച്ഛന്റെയും നന്ദേട്ടന്റെയും ഒക്കെ സമ്മതം വാങ്ങിയെടുത്തു. ഇനി നടക്കില്ലത്. മറ്റൊരു വിവാഹം വേണ്ടെങ്കിൽ വേണ്ട. പക്ഷേ ഇപ്പോഴുള്ള നിന്റെ മനസ്സിലിരിപ്പ് സമ്മതിച്ചു തരാൻ പറ്റില്ല. മോളെ, നിന്റെയും ധനുഷിന്റെയും പ്രശ്നം ഈ വീട്ടിൽ എന്ന് തുടങ്ങിയതാ? അന്ന് തൊട്ടേ ഞങ്ങളൊക്കെ പറഞ്ഞതാ നിന്നോട്, ഇത് നിനക്ക് പറ്റിയതല്ല, വേണ്ടാന്ന്. അന്ന് നീ കേട്ടില്ല. അത് നിനക്കൂടി മനസ്സിലാവാനാ എല്ലാം നിന്റെ മുമ്പിൽ വെച്ച് തന്നെ പറഞ്ഞതും തെളിയിച്ചതും. നിനക്കൊഴികെ ബാക്കി എല്ലാവർക്കും അത് മനസ്സിലാവുകയും ചെയ്തു. എന്നാ മനസ്സിലാക്കേണ്ട നീ ധരിച്ചു വച്ചിരിക്കുന്നത് വേറെ പലതുവാ. അതിന് ഞാൻ നിന്നെ കുറ്റം പറയുന്നില്ല, അത് നിന്റെ സൗകര്യം. പക്ഷേ നീ മാത്രമാണ് ശരിയെന്നും നീ പറയുന്നത് പോലെ എല്ലാം നടക്കണമെന്നുള്ള നിന്റെ വാശി നീ ഉപേക്ഷിക്കണം. നിന്നെപ്പോലെ വിവാഹം മുടങ്ങിയ ധാരാളം പെൺകുട്ടികളുണ്ട് നമ്മുടെ നാട്ടില്. പക്ഷേ അതിനേക്കാളും കൂടുതലുള്ളത് വിവാഹം കഴിഞ്ഞ് വേർപിരിഞ്ഞ് ജീവിക്കുന്നവരാ. അതെന്താണെന്നറിയോ? മുന്നിൽ നിൽക്കുന്ന ആള് നല്ലവനാണെന്നും തന്നെ നല്ലതുപോലെ നോക്കുമെന്നും സ്നേഹിക്കുമെന്നും ഒക്കെ നിന്നെപ്പോലെ തെറ്റിദ്ധരിച്ച് കൂടെ പോയവരാ അവരൊക്കെ. അതിലൊരാളായി നീ ഉണ്ടാവരുതെന്ന് നിർബന്ധമുണ്ട് ഞങ്ങൾക്ക്. അതുകൊണ്ടാ നിന്നോട് ഇത് തന്നെ വീണ്ടും വീണ്ടും ഞങ്ങൾ പറയുന്നത്. ഈ ഏട്ടത്തെ മനസ്സിലാക്കിയില്ലെങ്കിൽ വേണ്ട, അച്ഛനെയും കൂടപ്പിറപ്പുകളെ നീ മനസ്സിലാക്കണം. അവരുടെ വിഷമങ്ങളെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കണം. എന്റെ ജീവിതത്തിന് നിങ്ങളെല്ലാവരും മുൻവിധിയോടെ നോക്കുന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവാത്തെ. എനിക്ക് ധനുഷിന് വിശ്വാസം ഉള്ളിടത്തോളം കാലം മറ്റാരെയും അവനെ കുറിച്ച് എനിക്ക് ബോധ്യപ്പെടുത്തണമൊന്നുമില്ല. ഞാൻ ഇഷ്ടമെന്ന് പറഞ്ഞപ്പോ തന്നെ എന്റെ ജീവിതം തകരുന്ന കാര്യം നിങ്ങളെല്ലാവരും പറയുന്നേ. ശരിക്കും തെറ്റിദ്ധാരണ എന്റെ മനസ്സിലല്ല, നിങ്ങളുടെയൊക്കെ മനസ്സിലാ. നിർത്തണേ. മതി നിന്റെ പ്രസംഗം. വിവാഹം മുടങ്ങി വിഷമത്തിലിരിക്കുന്ന നിന്നെ വീണ്ടും ഓരോന്ന് പറഞ്ഞ് വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയ ഇതുവരെ ഞാനൊന്നും പറയാതിരുന്നത്. അപ്പൊ വഷളത്തരം കൂടിക്കൂടി വരുന്നു. എന്റെ മോളാ നീ. നിന്നെ വളർത്തിയത് ഞാനാ. അപ്പോ ഞാൻ പറയുന്നത് നീ കേൾക്കണം. നീ നല്ലത് മാത്രം പറയുന്ന ഈ ധനുഷ് ഈ കുടുംബത്തോടും എന്റെ മോളായ നിന്നോടും ചെയ്ത ചതി എനിക്ക് മറക്കാൻ പറ്റുന്നതല്ല. അതെന്നേക്കാൾ ഓർമ്മയിൽ സൂക്ഷിക്കേണ്ടത് നീയാ. കാരണം അവൻ പറഞ്ഞു പറ്റിച്ചതും സ്നേഹിച്ച് വഞ്ചിച്ചതും നിന്നെയാ. ഉള്ള സത്യം അവൻ അന്ന് നിന്നെയെങ്കിലും അറിയിക്കാമായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ നീ ഈ പറയുന്നൊക്കെ ഞാനും ഇവരും സമ്മതിച്ചു തന്നേനെ. അവനത് ചെയ്തില്ല. അങ്ങനെയുള്ള ഒരുത്തനെ ഇനിയും മനസ്സിൽ കൊണ്ടു നടക്കുവാണെങ്കിൽ എന്റെ മോൾക്ക് അഭിമാനം എന്നൊന്നില്ലെന്നേ ഞാൻ പറയൂ. അത് ഈ വീട്ടിലെല്ലാവർക്കും മനസ്സിലായിട്ടുമുണ്ട്. ഇനി നാട്ടുകാരെ കൂടി അറിയിക്കണ്ട. എന്റെ ചെലവിൽ ഇവിടെ കഴിയുമ്പോൾ ഞാൻ പറയുന്നത് കേൾക്കുകയും
അനുസരിക്കുകയും വേണം. അതിന് പറ്റില്ലെങ്കിൽ ഇറങ്ങി പൊയ്ക്കോണം. എങ്ങോട്ടാന്ന് വെച്ചാ പോകുക. നാളെ ധനുഷ് ഇവിടേക്ക് വരും, നിങ്ങളോട് സംസാരിക്കും. അപ്പോഴും നിങ്ങളുടെ മനോഭാവം ഇങ്ങനെയാണെങ്കിൽ അവനോടൊപ്പം ഞാൻ ഇറങ്ങിപ്പോവും. പിന്നെ ഒരിക്കലും ഈ വീടിന്റെ പടി ഞാൻ ചവിട്ടിന്ന് വരില്ല. നീ പോവോ? പോകും പോകും പോകും. എടീ, സച്ചേട്ടാ, അടിക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. ഇത്രയും വളർന്ന നിന്നെ തല്ലാൻ മനസ്സ് അനുവദിക്കുന്നില്ല. ഇതിന്റെ പുറത്തിറങ്ങിയാലല്ലേ നീ അവന്റെ കൂടെ പോവൂ. നിന്റെ ആ മുറിക്ക് പുറത്തുനിന്ന് നീ ഇറങ്ങില്ല. ഓടിയോടാ. വിട് സച്ചേട്ടാ. സച്ചേട്ടാ, വിടാൻ. സച്ചി, അവളെ വിട്. വിടാൻ. ഇവള് പറഞ്ഞു നന്നായിട്ട് കേട്ടോ. ഇവക്കിപ്പോഴും ആ ധനുഷിന് ഇഷ്ടമാണെന്ന്. അവൻ നാളെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ഇവളെ കൊണ്ടുപോവാൻ. അങ്ങനെ അവൻ വിളിച്ച ഇവള് പോവുമെന്ന്. ഇതൊക്കെ കേട്ട് ഞാൻ മിണ്ടാ നിൽക്കണോ? മിണ്ടാതിരിക്കണം. നീ മാത്രമല്ല, അച്ഛനും ഞാനും ഉൾപ്പെടെ എല്ലാവരും മിണ്ടാതിരിക്കണം. സ്നേഹ ആരോടൊപ്പം ജീവിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഈ നിൽക്കുന്ന ആരുമല്ല, അവള് തന്നെയാ. നീ മുറി പിടിച്ച് പൂട്ടിയിട്ടാൽ ഇവളുടെ മനസ്സ് മാറുമോ? അങ്ങനെ നീ വിശ്വസിക്കുന്നുണ്ടോ? മനസ്സ് മാറുന്നതോ അല്ലാത്തതോ ഒക്കെ അവളുടെ ഇഷ്ടം. പക്ഷേ അവനോടൊപ്പം ഇറങ്ങിപ്പോകാൻ ഞാൻ സമ്മതിക്കില്ല. നമ്മുടെ ആരുടെയും സമ്മതം അവൾക്ക് ആവശ്യമില്ല സച്ചി. പ്രായപൂർത്തിയായ ഒരു പെണ്ണാണ് അവള്. അവളുടെ ഇഷ്ടത്തിന് ആരുടെ കൂടെ വേണേലും അവൾക്ക് ജീവിക്കാം. ധനുഷ് പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുത്താൽ അവര് വന്ന് നിന്നെ കൊണ്ട് തന്നെ ആകാതെ ഉറപ്പിക്കും. നിയമത്തിന് മുന്നിൽ രക്തബന്ധങ്ങൾക്ക് സ്ഥാനമില്ല. കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നല്ലാതെ മറ്റൊരു ഗുണവും അതുകൊണ്ട് ഉണ്ടാവുകയില്ല. പിന്നെ ഇവൾ ആ ക്രിമിനലിനൊപ്പം പോയി ജീവിതം നശിക്കുന്നത് കണ്ടു നിൽക്കണമെന്നാണ് പറയുന്നത്. ജീവിതം അവളുടെയാ, തീരുമാനവും അവളുടേത് തന്നെ. അവളെടുക്കുന്ന എന്ത് തീരുമാനത്തിന്റെ ഫലവും അവൾ തന്നെ അനുഭവിക്കേണ്ടത്. അത് ഞാൻ തന്നെ അവളോട് പറഞ്ഞിട്ടുണ്ട്. നന്ദേട്ടാ, സ്നേഹ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയും. അത് കേട്ട് നമ്മൾ മിണ്ടാതിരുന്ന പിന്നെ ദോഷവും. എത്രയും പെട്ടെന്ന് സ്നേഹയെ കൊണ്ടുപോയി ഒരു കൗൺസിലിംഗ് കൊടുക്കുക വേണ്ടത്. നല്ല ട്രീറ്റ്മെന്റും കൗൺസിലിംഗും നടത്തിയ അവളുടെ മനോഭാവമൊക്കെ മാറിക്കോളും. ഇനി ഇല്ലാത്ത ഭ്രാന്ത് കൂടി എനിക്കുണ്ടെന്ന് വരുത്തി തീർക്കുവാണോ നിങ്ങള്? എനിക്ക് മറ്റു മാനസിക പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാ ഇപ്പോഴും ഞാൻ ഈ വീട്ടിലുള്ളത്. നിങ്ങളുടെ ഇടയിലൊക്കെ ജീവിക്കുമ്പോ ഭ്രാന്ത് വന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. നീ മതിയാക്ക്. നീ അകത്തേര് പോവാൻ. നന്ദേട്ടനെ അവളുടെ വശം പിടിക്കുന്നതാ അവൾക്ക് ഇത്ര അഹങ്കാരം. ഇത് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണം നന്ദേട്ടൻ തന്നെയാ. ജാമ്യത്തിൽ ഇറക്കിയത് ഉൾപ്പെടെ. അതേടാ, ഞാൻ തന്നെയാ. നമ്മുടെ സഹോദരി അവനെ കിട്ടിയില്ലെങ്കിൽ കെട്ടി തൂങ്ങി ചാവൂന്ന് പറഞ്ഞപ്പോ അത് വെറുതെ പറയാണെന്ന് എനിക്ക് തോന്നിയില്ല. അവന്റെ കൂടെ പോയി ജീവിതം തകർന്നാലും അവളെ ജീവനോടെ കിട്ടും. ഇനി അവള് വാശിയിൽ എന്തെങ്കിലും ചെയ്തു പോയാ ഈ പറയുന്ന നിനക്ക് കിട്ടോ സമാധാനം? ധനുഷിനൊപ്പം സ്നേഹം ഇറങ്ങിപ്പോയാ പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് കരുതിയാ മതി എല്ലാവരും. അവൾ ആഗ്രഹിച്ചൊരു ജീവിതം ആവില്ലെന്നറിഞ്ഞിട്ടും ഞാൻ മറുത്തൊരു വാക്ക് പറയാത്തത് അവളുടെ കൂടെ ആരെങ്കിലും ഉണ്ടെന്നുള്ള തോന്നൽ നഷ്ടപ്പെടാതിരിക്കാനാ. ആരും കൂടെയില്ലെന്ന് തോന്നിയ പിന്നെ അവള് ജീവനോട് ഉണ്ടാവില്ലെന്ന് ഉറപ്പാ എനിക്ക്. എടാ,
എനിക്കെന്റെ സഹോദരങ്ങള് എപ്പോഴും എന്റെ കൂടെ വേണം. അവരെ നഷ്ടപ്പെടരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. കമലേ, നീ ആതിരയോട് അധികം ചൂടാവാനൊന്നും നിൽക്കണ്ട. മറ്റാരുടെയും മുന്നിൽ നമ്മളൊന്നും അറിഞ്ഞ ഭാവം കാണിക്കുകയും വേണ്ട. കേട്ടല്ലോ? അച്ഛമ്മേ, മോളെ, മുത്തശ്ശി, അച്ഛൻ വന്നില്ലേ? സുഖമില്ലാതിരിക്കല്ലേ മോളെ അച്ഛന്, പിന്നെങ്ങനെ വരാനാ? കേറ്. വാ. മാഷെ, ആ വാ. മോളെ, വാ. നിന്റെ കുഞ്ഞാവ എങ്ങനെ ഇരിക്കുന്നു? വാ, കുഞ്ഞാവിടെ അടുത്ത് നമുക്ക് വേഗം പോവാം. ഞാനേ ആതിരെ ഒന്ന് കണ്ടിട്ട് വരാം. ആ. വാ മോളെ. മാഷെ, വാ. ഇരിക്കും മാഷെ. നൂലുകെട്ടിനുള്ള സമയം ജോത്സ്യനിൽ നിന്ന് കുറിച്ചു വാങ്ങി. അതുകൂടി പറയാനാ വന്നത്. ആ, അല്ല, ഇവിടെ വെച്ച് നടത്തുന്നോണ്ട് മറ്റു വിഷമങ്ങളൊന്നും ഇല്ലല്ലോ മാഷെ? ഏയ്, അതൊന്നുമില്ല. ചടങ്ങിപ്പോ അവിടെ ആയാലും ഇവിടെ ആയാലും ഭംഗിയായി നടക്കണം. അത്രയേ ഞങ്ങൾക്കുള്ളൂ. കുഞ്ഞാവേ, ഓ ഉമ്മ, അയ്യോ കരയല്ലേ. തല വിതായിപ്പോയി. ഇല്ലെങ്കിൽ തനി കൊണം കണ്ടനെ നീ. നിങ്ങൾ രണ്ടുപേരും എന്റെ വയറ്റിൽ തന്നെ വന്നെന്ന് പറയണമെങ്കിലേ അതിന്റെ കുറച്ചെങ്കിലും കുണം നീ കാണിക്കണം. എന്താ? ദാ കുഞ്ഞ് നിന്റെയൊക്കെ തന്നെയാ എന്ന് കരുതി നീ ഇനി അച്ചുവിനെ എങ്ങാനും വല്ലതും പറഞ്ഞ. അമ്മേ, അമ്മ അവളെ വെറുതെ ഉപദേശിച്ച് സമയം കളയണ്ട. ആതിര ആര് പറഞ്ഞാലും കേൾക്കാൻ പോകുന്നില്ല. കേക്കാത്ത എന്തടി? പറയേണ്ടതുപോലെ പറഞ്ഞാലേ അവള് കേക്കും. ഇല്ലെങ്കിൽ ചവിട്ടി കൂട്ടി മൂലക്കിടാൻ വേണ്ടി സന്ദീപിനോട് പറയാൻ വേണ്ടി തന്നെയാ ഞാൻ വന്നത്. അമ്മ മിണ്ടരുത്. അതെ, മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നത് അഹങ്കാര വർത്താനം പറയുന്നത് ഇവക്ക് പണ്ടേ ഉള്ളതാ. പലതവണ ഞാനത് പറഞ്ഞ് വിലക്കിട്ടുള്ളതാ. നീ അത് മനസ്സിലായില്ലെങ്കിലേ നിന്റെ ജീവിതത്തിൽ ദോഷേ ചെയ്യുള്ളൂ. പറഞ്ഞില്ലെന്ന് വേണ്ട. എന്തൊരു സാധനോ, വലിയൊരു അമ്മ. അപ്പൊ മാഷ് പറഞ്ഞ ഡേറ്റിലും സമയത്തും തന്നെ നമുക്ക് നടത്താം. ഒക്കെ സേതു പറയും പോലെ. അച്ഛനപ്പോ വന്നു? കുറച്ചു നേരം ആയതേയുള്ളൂ. നൂലുകെട്ടിനുള്ള സമയം കുറിച്ചായിരുന്നു. അത് നേരിട്ട് വന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി. അച്ഛൻ മാത്രമാണോളോ? അല്ല, കമലയും ഉണ്ട്. ആതിരയുടെ അടുത്ത് കാണും. എടാ, നന്ദൻ വന്നില്ലേ? അച്ഛാ, ഏട്ടൻ വൈകിട്ടേ വരൂ. ഹലോ ഹലോ മൂർത്തി, ധനുഷ് ഇവിടുന്ന് അങ്ങോട്ടേക്കാണെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങോട്ടാണെന്ന് ഉറപ്പാണോ? അതെ. ഏയ്, ചിലപ്പോ അവൻ നിന്നോട് കള്ളം പറഞ്ഞായിരിക്കും. ഞാൻ പറഞ്ഞതല്ലേ വരണ്ടാന്ന്. അതുകൊണ്ട് ഇന്നെന്തായാലും ധനുഷ് ഇങ്ങോട്ടേക്ക് വരില്ല.
നിക്കേ. നീ എവിടേക്കാ? ഞാൻ ചോദിച്ചത് നീ കേട്ടില്ലേ? അത് ഞാൻ വന്നത് എൻ്റെ കുറച്ച് സാധനങ്ങൾ ഇവിടെയുണ്ട്, അതെടുത്ത് പോകാമെന്ന് കരുതിയ. വാസ്നയാ, നിന്റെ എന്ത് സാധനമായാലും എല്ലാം എടുത്തുകൊണ്ട് വേഗം ഇവിടുന്ന് പോകണം. ഇനി ഒന്നിന്റെ പേരിലും ഇവിടേക്ക് വരികയും ചെയ്യരുത്. ശരി. എവിടേക്കായി പോകുന്നേ? എവിടേക്കാണെങ്കിലും ഞാനും വരുന്നുണ്ട് നിന്റെ കൂടെ. സ്നേഹ, നീ ഇല്ലാതെ ഞാനിവിടെ എങ്ങനെ ജീവിക്കും? എന്നെ കൂടെ കൊണ്ടുപോ ധനുഷ്, പ്ലീസ്. അത് ഏട്ടത്തി, എന്നെ കൂടെ കൊണ്ടുപോകാൻ പറ ഏട്ടത്തി. ധനുഷിനോട് പറ. മോളെ, അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ. ഇപ്പൊ നീ ഇവനോടൊപ്പം പോകുന്നു പറഞ്ഞാ ഇവിടെ വലിയ ഭൂകമ്പം നടക്കും. ഇപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായ പിന്നെ ഒരിക്കലും നിങ്ങളുടെ വിവാഹത്തിന് ഇവിടെയുള്ളവർ സമ്മതിക്കില്ല. അതുകൊണ്ട് ഇപ്പൊ നീ ഒന്ന് സമാധാനിക്കും. പിന്നീട് ഏട്ടത്തിൽ തന്നെ ഇടപെട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാം. അതുവരെ നീ ഒന്ന് ക്ഷമിക്ക. എന്താ ഏടത്തെ നിനക്ക് വിശ്വാസമില്ലേ? നീ ധൈര്യമായിട്ടിരിക്കേ. ഉടനെ നമുക്ക് എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം.